വിളക്ക് തെളിയിക്കും മോളെ. എല്ലാ അനുഗ്രഹവും കുട്ടിക്കുണ്ടാവും. കുട്ടി ഇനി ഞങ്ങളുടെ സ്വന്തമാ. നിങ്ങൾ വാ ഇങ്ങോട്ട്, നോക്കി നിൽക്കുക. നടക്ക. ഹലോ മാം. സിനി, ഇവിടെ വന്ന പുതിയ ജോലിക്കാരുടെ നമ്പർ സിനിയുടെ കയ്യിലുണ്ടോ? എനിക്ക് അവരോട് അത്യാവശ്യമായിട്ടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അയ്യോ സോറി മാഡം, അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. ഛേ, എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെയല്ലേ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അതൊക്കെ എങ്ങനെയാ സിനി മറന്നു പോകുന്നത്? ഇനിയിപ്പോ അവരോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? റിയലി സോറി മാഡം. തെറ്റുകൾ വരുത്തി കൂട്ടിയിട്ട് ഒരു സോറിയിൽ അത് ഒതുക്കാൻ നോക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അത് പരിഹരിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അറിയേയില്ല. ആ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോ? മാഡം പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു. പക്ഷേ ഗാഥാ മാഡത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതൊക്കെ തിരിച്ചാ. എന്തുപറ്റി? ഗാഥാ മാഡം അവർ പറയുന്നൊക്കെ അനുസരിച്ചു. ഇവിടെ എത്തിയതിനു ശേഷം ഗാഥാ മാഡത്തിന് ദേഷ്യം വന്നതേയില്ല. അവർ തമ്മിൽ അകലണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും ഇവിടെ വന്നിട്ട് അവര് വല്ലാതെ അടുത്തിരിക്കുന്നു മാഡം. ഷട്ട് അപ്പ്. ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിട്ടല്ല നിന്നെ ഞാൻ അവളുടെ കൂടി പറഞ്ഞു വിട്ടത്. ഇങ്ങനെ ഒരു അവസരം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എന്തോരം ബുദ്ധിമുട്ടി നിനക്കറിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ മാഡം? നവീന്റെ കുടുംബം ഗാഥാ മാഡത്തിന് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിരിക്കുമോ? ഗാഥാ മാഡം തിരിച്ചു. മാഡത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ആൾക്കാർ പറയുന്നത് പോലെ ഇവര് വല്ല കൈവശവും. തോറ്റു കഴിയുമ്പോഴേ അന്ധവിശ്വാസം അല്ല അതിനുള്ള മറുപടി. ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് നീ അവളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിക്കോ. തിരുത്തേണ്ടത് തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. മനസ്സിലായ സിനിക്ക്? യെസ് മാം.